പുതിയ നായകനെ തേടി RCB. IPL-ൽ കിരീടം നേടാത്ത രാജാക്കന്മാരാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. താരങ്ങളെ മാറ്റി പരീക്ഷിച്ചും താരലേലങ്ങളിൽ തിളങ്ങിയും എല്ലാ വർഷവും RCB മാനേജ്മെന്റ് വ്യത്യസ്ത മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ വരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാലേലത്തിനു മുന്നോടിയായി റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവരുടെ ക്യാപ്റ്റൻ ഫഫ് ഡുപ്ലാസിസിയെയും സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലിനെയും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 മെഗാലേലം നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ നടക്കാൻ സാധ്യതയുണ്ട്. BCCI ഇത്തവണ 5-6 നിലനിർത്തലുകൾ അനുവദിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2021 ലേലത്തിൽ നീക്കം ചെയ്തതിന് ശേഷം റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ തിരികെ വരാനും സാധ്യതയേറെയാണ്. എന്താണ് റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ? സാധാരണ IPL-ലാണ് റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ അഥവാ RTM കാർഡുകൾ ഉപയോഗിക്കുന്നത്. മെഗാലേല സമയത്ത് മറ്റ് ടീമുകൾ ലേലത്തിൽ വിളിച്ച തങ്ങളുടെ ടീമിലെ കളിക്കാരെ നിലനിർത്തുന്നതിന് ഇത് സഹായിക്കും. മറ്റൊരു ഫ്രാഞ്ചൈസി നടത്തിയ ഏറ്റവും ഉയർന്ന ലേലവുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് മെഗാലേലത്തിനിടെ ടീമിലെ മുൻ കളിക്കാരനെ തിരികെ കൊണ്ടുവരാനാകും. 2014-ൽ ഇതിനെ ജോക്കർ കാർഡ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് 2018-ലെ മെഗാലേലത്തിലാണ് RTM കാർഡ് അവസാനമായി ഉപയോഗിച്ചത്. ലേലത്തിന് മുന്നോടിയായി എല്ലാ കണ്ണുകളും RCB-യിലാണ്. ഫ്രാഞ്ചൈസി പുതിയ നായകനെ തിരയുന്നു എന്ന സംസാരങ്ങളുമുണ്ട്. RCB-യുടെ പുതിയ ക്യാപ്റ്റന്റെ പേര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി LSG-യുടെ ക്യാപ്റ്റനായി തുടരുന്ന KL രാഹുലിൻ്റെതാണ്. അടുത്തിടെ ലക്നൗ സൂപ്പർ ജയൻസ് ഉടമ സഞ്ജീവ് ഗോയങ്ക ഒരു മാധ്യമ സംഭാഷണത്തിനിടെ KL രാഹുൽ സൂപ്പർ ജയൻസ് കുടുംബത്തിന്റെ നിർണായക ഘടകമാണെന്ന് പറഞ്ഞെങ്കിലും താരത്തെ നിലനിർത്തുമെന്ന കാര്യം നിഷേധിച്ചിരുന്നു. ഇത് രാഹുൽ ഫ്രാഞ്ചൈസി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ KL രാഹുൽ RCB-യുടെ പുതിയ നായകനായി എത്താൻ സാധ്യത ഏറെയാണ്. 2024-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 15 മത്സരങ്ങളിൽ നിന്നും 29.2 ഏവറേജിലും 161.62 സ്ട്രൈക്ക് റേറ്റിലും 438 റൺസ് നേടിയ താരമാണ് ഫഫ് ഡുപ്ലാസിസ്. സൗത്ത് ആഫ്രിക്കൻ താരം ഫഫ് ഡുപ്ലാസിന് ഇപ്പോൾ 40 വയസ്സായി. അതിനാൽ ഈ മെഗാലേലം ഫ്രാഞ്ചൈസിക്ക് പുതിയ ക്യാപ്റ്റനെ തേടാനുള്ള അനുയോജ്യമായ സമയമായിരിക്കും. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാന പേര് ഗ്ലെൻ മാക്സ്വെൽ ആണ്. IPL 2021 ലേലത്തിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെല്ലിനെ 14.25 കോടി രൂപയ്ക്ക് RCB വാങ്ങിയിരുന്നു. ആ സീസണിൽ മാക്സ്വെൽ 15 മത്സരങ്ങളിൽ നിന്ന് 144.10 സ്ട്രൈക്ക് റേറ്റോടെ 513 റൺസ് അടിച്ചുകൂട്ടി. ഇത് IPL 2022-ലും മെഗാലേലത്തിന് മുന്നോടിയായി RCB 11 കോടി രൂപയ്ക്ക് മാക്സ്വെല്ലിനെ നിലനിർത്തുന്നതിന് നയിച്ചു. IPL 2021 ലേലത്തിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലെൻ മാക്സ്വെല്ലിനെ 14.25 കോടി രൂപയ്ക്ക് RCB വാങ്ങിയിരുന്നു. ആ സീസണിൽ മാക്സ്വെൽ 15 മത്സരങ്ങളിൽ നിന്ന് 144.10 സ്ട്രൈക്ക് റേറ്റോടെ 513 റൺസുകൾ അടിച്ചുകൂട്ടി. ഇത് IPL 2022 മെഗാലേലത്തിന് മുന്നോടിയായി RCB 11 കോടി രൂപയ്ക്ക് മാക്സ്വെല്ലിനെ നിലനിർത്തുന്നതിലേക്ക് നയിച്ചു. എന്നാൽ IPL 2024-ൽ മാക്സ്വെൽ ബാറ്റിംഗിലും ബോളിംഗിലും വളരെ മോശമായിരുന്നു. 10 മത്സരങ്ങളിൽ നിന്ന് 5.78 ആവറേജിൽ 120.93 സ്ട്രൈക്ക് റേറ്റിലും 52 റൺസ് മാത്രം നേടി. പന്ത് ഉപയോഗിച്ച് 8.06 എക്കണോമിയിൽ 21.50 ആവറേജിൽ 16 സ്ട്രൈക്ക് റേറ്റിൽ 6 വിക്കറ്റുകൾ മാത്രം വീഴ്ത്തി. RCB മാനേജ്മെന്റിന് മുൻഗണന നൽകേണ്ട മറ്റ് 2 മികച്ച ഓൾറൗണ്ടർമാർ ടീമിലുണ്ടെന്നതാണ് ഗ്ലെൻ മാക്സ്വെല്ലിനെ പുറത്താക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം. വിൽ ജാക്സനെയും കാമറൂൺ ഗ്രീനിനെയും ഫ്രാഞ്ചൈസി നിലനിർത്താൻ തയ്യാറാവും. അങ്ങനെയെങ്കിൽ അവരായിരിക്കും ടീമിലെ പ്രധാന ഘടകമായി ഇനി മാറുക.